ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൾട്ടി ലൈൻ കമാൻഡാണ്. അപ്പം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൾട്ടി ലൈൻ കമാൻഡാണ്. മൾട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാനാണ്. മിനിമം 2 നമ്പർ ഓഫ് ലൈൻസാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ മൾട്ടി ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ML ആണ്. അപ്പോൾ മൾട്ടി ലൈൻ നമുക്ക് 3 വേയിൽ വരയ്ക്കാൻ പറ്റും. അതായത് ML എൻ്റർ ചെയ്ത് കഴിയുമ്പം ജസ്റ്റിഫിക്കേഷൻ, സ്കെയില്, സ്റ്റൈല് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എടുത്തു കഴിയുമ്പം 3 വേസ് ഉണ്ട്. അതായത് ടോപ്പിൽ നിന്ന് 0, ബോട്ടം, അങ്ങനെ 3 കമാൻഡ്സ്, സബ് ഓപ്ഷൻസ് ജസ്റ്റിഫിക്കേഷനുള്ളിൽ ഉണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ട് വരയ്ക്കുകയാണ്. ലൈൻ എടുത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ദെൻ ML എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ സെലക്ട് ചെയ്തു. അതിൽ ടോപ്പ്, 0, ബോട്ടം, സബ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടോപ്പ് എടുത്തിട്ട് സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് പോയിൻ്റ് ഇവിടെ കൊടുത്തു. ഇനി ചോദിച്ചത് എന്താണ്? സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻ്റ്. ഞാനൊരു 25 എൻ്റർ ചെയ്തു. ഓക്കെ, സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻ്റ് ഞാൻ 15 എൻ്റർ ചെയ്തു. ഓക്കെ, അതുപോലെ വീണ്ടും ML എൻ്റർ, ജസ്റ്റിഫിക്കേഷൻ 0 എടുത്തു. സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ്, ഞാൻ സ്റ്റാർട്ട് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. നെക്സ്റ്റ് പോയിൻ്റ് 25 എൻ്റർ ചെയ്തു. കുറച്ച് മുമ്പ് കൊടുത്ത പോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് 15 എൻ്റർ ചെയ്തു. അതുപോലെ വീണ്ടും ML ജസ്റ്റിഫിക്കേഷൻ, അതിൽ ബോട്ടം എടുത്തു, പോയിൻ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് പോയിൻ്റ് 25 എൻ്റർ ചെയ്തു. അതുപോലെ നെക്സ്റ്റ് പോയിൻ്റ് 15 എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വരച്ചത് എല്ലാം സെയിം വാല്യൂസ് കൊടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. പക്ഷേ ഇതിന് ഡിഫറൻസ് ഉണ്ടോ, ഡയമെൻഷൻസിനകത്ത് ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഡയമെൻഷൻ എടുത്ത് ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഡയമെൻഷൻ ഓക്കെ നമ്മൾ കൊടുത്ത കറക്റ്റ് അല്ലേ? 25 ആണ് ഈ ഒരു ലൈനിൻ്റെ. അതായത് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ എത്ര നമുക്ക് കിട്ടിയേ? 25 കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ സൈഡിലെ ലെങ്ത് ഡയമെൻഷൻ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പം അവിടുത്തെ ഡയമെൻഷൻ എത്ര നമുക്ക് കിട്ടിയത്? 26 ആണ് കിട്ടി അല്ലേ? നമ്മൾ 25 കൊടുത്തു. നമുക്കിപ്പം കിട്ടിയത്, ഇപ്പം നമ്മൾ 25 കൊടുത്തതിൽ ഇവിടെ 25ഉം ഇവിടെ 26ഉമാണ് ഈ സൈഡിൽ കിട്ടിയത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. ഇത് 24.5 ആണ് കിട്ടിയത് അല്ലേ? ഇനി ഇതിൻ്റെ ഡയമെൻഷൻ 25.5 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് 24.5ഉം ഇത് നമുക്ക് കിട്ടിയത് 25ഉമാണ്. ഇനി നമുക്ക് ഇത് കിട്ടുന്ന എത്ര ആയിരിക്കും? 24 ആയിരിക്കും. നോക്കാം, 24 ആണ് കിട്ടിയത്. അതെന്തുകൊണ്ടാണ് നമുക്കങ്ങനെ കിട്ടിയത്? നമ്മൾ ഇത് കൊടുത്തത് എവിടെ നിന്നാണ് കൊടുത്തത്? ടോപ്പിൽ നിന്നുള്ളതാണ്. ജസ്റ്റിഫിക്കേഷനിൽ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് 25 കൊടുത്തത് 25 കിട്ടി. ഇത് നമ്മൾ കൊടുത്ത 0 ആണ്. 0 എന്ന് പറയുമ്പം ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എവിടെ നിന്നായിരിക്കും? മിഡിലിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടിയത്? 24.5 കിട്ടിയത്. അതുപോലെ ഇത് നമ്മൾ കൊടുത്തത് എവിടെ നിന്നാണ്? ബോട്ടമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് 24 കിട്ടിയത്. അതേപോലെ ആയിരിക്കും താഴെ നമ്മൾ കൊടുത്തത്. ഇവിടെ നമ്മൾ കൊടുത്ത ലെങ്ത് എത്ര ആയിരുന്നു? 15 ആയിരുന്നു. ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും കിട്ടിയിരിക്കുക? ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ എത്ര ആയിരിക്കും? 14.5 ആണ് കിട്ടിയത്. അപ്പോൾ അടുത്തത് എത്ര ആയിരിക്കും കിട്ടുക? 14 ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ അതാണ് ജസ്റ്റിഫിക്കേഷനിലെ 3 സബ് ഓപ്ഷനിലെ ടോപ്പ്, 0, ബോട്ടം എന്നുള്ളത്. ഇത് ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെവിടെ നിന്നായിരിക്കും തുടങ്ങിയത്? മിഡിലിൽ നിന്നായിരിക്കും. ഇത് തുടങ്ങിയത് ബോട്ടം നിന്ന്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ മൾട്ടി ലൈൻ എടുത്ത് കഴിയുമ്പം എന്തുണ്ടാ? മൾട്ടി ലൈനിൽ ML എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സ്കെയിലുണ്ട്. അപ്പോൾ സ്കെയിൽ എടുത്തു കഴിയുമ്പോൾ
എം ലൈൻ സ്കെയിൽ എത്ര വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 5 എൻ്റർ ചെയ്തു. ഇനി സ്റ്റാർട്ട് പോയിൻ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് പോയിൻ്റ് ഇവിടെ നിന്ന് കൊടുത്തു. ഓക്കെ, അതുപോലെ ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് പോയിൻറ്റും കൊടുക്കാൻ പറഞ്ഞു. നമുക്ക് മൗസും കൊണ്ട് കൊടുക്കാം, അല്ലാതെ കീബോർഡിലും കൊടുക്കാം കേട്ടോ. കറക്റ്റ് ലെങ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് സെക്കൻഡ് പോയിൻറ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. കണ്ടോ, 5 അല്ലേ ഞാൻ കൊടുത്തത്, ഇപ്പോൾ 5 തന്നെ കിട്ടി. അപ്പോൾ അവിടുന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എം എൽ എൻ്റർ ചെയ്യുമ്പം സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, സ്റ്റൈലുണ്ട്. അപ്പോൾ സ്റ്റൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെയിം എന്താ എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് സ്റ്റൈൽ കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റൈലിന് നെയിം ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് നമ്മൾ കൊടുത്ത നെയിം കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ML സ്റ്റൈൽ എന്ന് നമ്മൾ താഴെ കൊടുക്കും. എൻ്റർ ചെയ്ത് കഴിയുമ്പം ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ന്യൂ എടുത്തിട്ട് നമുക്കവിടെ ഒരു ന്യൂ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനൊരു ക്യാഡെന്ന് ചുമ്മാ പേര് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ വീണ്ടും ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമുക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ താഴത്തെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലൈൻ വേണം, ഒരു സൈഡിൽ ലൈൻ വേണമെങ്കിൽ ഞാനത് സെലക്ട് ചെയ്താൽ ഈ സൈഡിൽ ലൈൻ വരും. അതായത് ഇവിടെ സ്റ്റാർട്ട് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും കണ്ടോ, സ്റ്റാർട്ട് എൻഡ്. അപ്പോൾ സ്റ്റാർട്ടിലാണ് ഞാൻ ടിക്ക് ഇട്ടുകൊണ്ട് അത് ക്ലോസ് ആയി. ഞാനിനി എൻഡിൽ ടിക്ക് ഇടുകയാണെങ്കിൽ അത് ക്ലോസ് ആകും. അതുപോലെ സ്റ്റാർട്ടിൽ ഞാനൊരു ഔട്ടാർക്ക് വേണമെന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഔട്ടാർക്ക് വരും. അതുപോലെ ഇന്നർ ആർക്ക് വേണമെങ്കിൽ അങ്ങനെ. ഇനി എനിക്കൊരു ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ആംഗിൾ 90 ആണ്. ഞാൻ അത് 45 ആക്കിയാലും 45 ആംഗിൾ ചരിഞ്ഞായിരിക്കും എനിക്കത് കിട്ടുന്നത്. കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ 45 എൻ്റർ ചെയ്തു. ഒരു സൈഡ് 45ഉം ഒരു സൈഡ് 90 ആണെങ്കിൽ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഞാൻ 45 ആക്കാം. എന്നിട്ട് രണ്ട് സൈഡിലും ലൈൻ വെച്ച് ഞാൻ ക്ലോസ് ചെയ്താൽ എനിക്ക് കണ്ടോ 45 ആംഗിൾ ചെരിഞ്ഞായിരിക്കും കിട്ടുന്നത്. അതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജോയിൻസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ജോയിൻസ് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ആഡ് സെലക്ട് ചെയ്താൽ പുതിയൊരു ലെയർ അവിടെ ആഡാകും. ഓക്കെ, ഇനി ഓഫ്സെറ്റ് എത്ര വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഓഫ്സെറ്റ് ഒരു 2 എൻ്റർ ചെയ്തു. ഓഫ്സെറ്റ് 2 -0.5 ഓഫ്സെറ്റ് എനിക്ക് വേണ്ട, ഞാൻ 0 എൻ്റർ ചെയ്താലും മതി. ഓക്കെ, സോറി, ഇത് മാറിപ്പോയതാണ്. അപ്പോൾ 0 എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ 0 ഓഫ്സെറ്റിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഇനി കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ യെല്ലോ കൊടുത്തു, അങ്ങനെയായി. ലൈൻ ടൈപ്പ് എനിക്ക് ഹിഡൻ ലൈൻസ് വേണമെങ്കിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ISO ഡാഷ് എൻ്റർ ചെയ്തു. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ISO ഡാഷ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാനിത് ഓക്കെ കൊടുത്ത് വീണ്ടും സെറ്റ് കറൻറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ML എൻ്റർ ചെയ്ത് സ്റ്റൈൽ എടുക്കുമ്പോൾ അവർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെയിം നമ്മൾ കൊടുത്ത് എന്തായിരുന്നു, ക്യാഡെന്നായിരുന്നു അല്ലേ. അപ്പോൾ CADD കൊടുത്തിട്ട് എൻ്റർ അടിച്ചു. ഇനി ഞാൻ ഇവിടുന്ന് വരയ്ക്കുവാണെങ്കിൽ എനിക്ക് വരുന്നത് എങ്ങനത്തെ ആയിരിക്കും, നമ്മൾ കൊടുത്ത പോലെയാണ് വരുന്നത്. കണ്ടോ, ഡാഷ് ലൈൻ വന്നു അല്ലേ. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റും. ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ പോയി സ്റ്റാർട്ട് ചെയ്തെടുത്ത് പോയി ക്ലോസ് ആകും. അപ്പോൾ ഇതാണ് ML സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്കത് സെറ്റ് കറൻറ്റ് ഇപ്പം അതാണ് കിടക്കുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അതായത് ML സ്റ്റൈൽ എടുക്കുന്നു, സ്റ്റാൻഡേർഡ് എടുത്തിട്ട് സെറ്റ് കറൻറ്റ് ആക്കി നമ്മൾ, എന്നിട്ട് ഈ ക്യാഡ് എന്നുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് കറൻറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം താങ്ക് യു.